Hello friends, welcome to another video. This is Alinco DJ-MD5 VHF UHF ham radio. This is a dual band ham radio. Alinco is a Japan company. Quality products company. This is amateur radio space. Products. This is a box. This is dual band at the same digital transceiver. DMR capability of digital mobile radio in the category product handy. The boxing DMR Japan C certification again same manufacturer contact information serial number EG version version E model GPS GPS is a model TG EG GPS version. Okay, now we will already unbox programming set video manual DJ-MD5 user manual EGP അല്ലെങ്കിൽ TGP എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് കോമൺ മാനുവൽ ആയിരിക്കും അതുകൊണ്ടായിരിക്കും അത് അവരെ കൊടുക്കാറ് അങ്ങനെ എന്തായാലും ഇതിനകത്ത് കുറച്ച് ഇതിന്റെ ബേസിക് ഓപ്പറേഷൻസും എന്തൊക്കെ ബോക്സ് കണ്ടന്റും അങ്ങനത്തെ ഇവിടെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം ബാറ്ററി എന്തൊക്കെയാണെന്നെല്ലാം അറ്റാച്ചിങ് ആന്റിന എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം പിന്നെ നമുക്കുള്ളത് ഈ ബോക്സിനുള്ളിൽ ചാർജിങ് കേസ് കുറച്ച് കേബിൾസ് ആന്റിന ബാറ്ററി ഇത്രയാണ് ഇതിനകത്തുള്ളത് അതാണ് ഇതിന്റെ ബാറ്ററി ലിഥിയം ബാറ്ററിയാണ് 7.4 വോൾട്ട് 1700 mAh ആണ് ഇനി ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഓക്കേ തൽക്കാലം ഇത് രണ്ടും നമ്മൾ മാറ്റി വെക്കുന്നു ഇതുള്ളത് ഇതിന്റെ ചാർജിങ് ബേസ് ആണിത് ഇതിൽ വെച്ചാണ് നമുക്ക് ചാർജിങ് ടെസ്റ്റ് ചാർജർ ആണ് ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുക നമ്മുടെ മൊബൈലിൽ കിട്ടുന്ന പോലത്തെ ഒരു പവർ അഡാപ്റ്റർ ഉണ്ട് അതിന്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് 12 വോൾട്ട് 600 mAh ആണ് ഓക്കേ പിന്നെ ഇതിനോടുള്ളതൊരു USB കേബിൾ ഉണ്ട് നോർമൽ മൈക്രോ USB കേബിൾ ആണ് ഓക്കേ പിന്നെ ഒരു ബെൽറ്റ് ക്ലിപ്പ് കുറച്ച് സ്ക്രൂസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് ഞാൻ തുറക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ആവശ്യമില്ലല്ലോ പിന്നെ ഫൈനലി ഒരു ആന്റിന ഇതൊരു VHF UHF നോർമൽ റബ്ബർ ഡക്കി ആന്റിന എന്ന് പറയുന്ന ടൈപ്പ് ആന്റിനയാണ് ഇത് എല്ലാ മാനുഫാക്ചറിംഗ് ഇങ്ങനത്തെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആന്റിന കൊടുക്കുന്നത് അധികം ഗെയിനുള്ള ആന്റിന ഒന്നുമല്ല എന്നാലും നമുക്ക് യൂസബിൾ ആണ് അത്യാവശ്യം തുടക്കക്കാരൻ യൂസബിൾ ആയിട്ടുള്ള സാധനമാണ് പിന്നെ വേറെ ഒന്നും ഈ ബോക്സ് ഇല്ല ഇത് കുറച്ച് പ്ലാസ്റ്റിക് ആണ് ഇത് ഓരോന്നിനും പ്ലാസ്റ്റിക് മാറ്റി വെച്ചാണ് അതിൽ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഈ ബോക്സ് ഒന്ന് മാറ്റി വെക്കാം ഓക്കെ എന്നാൽ നമുക്ക് ഇതിന്റെ ഒരു ബേസിക് അസംബ്ലിംഗ് പെട്ടെന്ന് ഒരു ക്വിക്ക് അസംബ്ലിംഗ് നമുക്ക് നോക്കാം ഇതാണ് ആ സെറ്റ് തന്നെ നമ്മൾ കാണുന്നതാണ് ഈ എൻ്റെ ബാറ്ററി വെക്കേണ്ട പോയിന്റ് ആണിത് കീപാഡ്സ് അപ്പ് ഡൗൺ ബട്ടൺസ് ബാക്ക് മെനു ബട്ടൺ PTT പിന്നെ ഇത് കോൺഫിഗറബിൾ ആയിട്ടുള്ള 2 ബട്ടൺസ് ആണ് ഇതാണ് ആന്റിന കണക്ട് ചെയ്യാനുള്ള പോർട്ട് അതായത് നമ്മൾ ഈ ആന്റിനയോ അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആന്റിനയോ അല്ലെങ്കിൽ അങ്ങനെ എന്തായാലും ആ കണക്ടർ ആണ് ഇതിന് പിന്നെ ഇതാണ് ചാനൽ സെലക്ടർ ആണിത് അതൊരു റൊട്ടേറ്ററി കണ്ടിന്യൂസ് റൊട്ടേറ്ററി ആയിട്ടുള്ള ഒരു നോബാണ് പിന്നെ ഇതാണ് ഇതിന്റെ പവർ ഓണും വോളിയവും ഓക്കെ നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം ബാറ്ററി എടുക്കുക ഇതിന്റെ ഒരു പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന പോയിന്റ് ആണ് ഇത് രണ്ടും ഇത് കണക്ട് ചെയ്യേണ്ടത് ക്ലിക്ക് ഇതാണ് ഇങ്ങനെയാണ് അതിനെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് ബോഡിയായിട്ട് പിന്നെ ഈ സൈഡിൽ നമുക്ക് ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇതിൻ്റെ പ്രോഗ്രാമിംഗ് പോർട്ട് അത് നോർമൽ മൈക്രോ USB ഈ കേബിൾ കൊണ്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാനുള്ളതാണ് നോർമൽ കേബിളാണ് മൈക്രോ USB നേരത്തെ പറഞ്ഞത് ഇത് കണക്ട് ചെയ്യാം പിന്നെ ഉള്ളത് ഒരു മൈക്ക് അത് 3.5 mm ജാക്കാണ് പിന്നെ സ്പീക്കർ ഫോൺ നമ്മൾ കണക്ട് ചെയ്യുന്നത് മൈക്ക് 2.5 mm ജാക്കാണ് സ്പീക്കർ ഫോൺ കണക്ട് ചെയ്യുന്നത് 3.5 mm ജാക്കാണ് അത് നമ്മൾ അഡീഷണൽ ആക്സറി ആയിട്ട് വാങ്ങിക്കേണ്ടി വരും ഓക്കെ നമ്മളങ്ങനെ ആന്റിന അറ്റാച്ച് ചെയ്യുന്നു ഓക്കെ ആന്റിന അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഇന്ന് പവർ ഓൺ ചെയ്യാം പവർ ഓൺ ചെയ്യാണ്ട് ജസ്റ്റ് ഇത് റൊട്ടേറ്റ് ചെയ്യുക അലിൻകോയുടെ വെൽക്കം സ്ക്രീനോടുകൂടി അത് ഓണായി വരുന്നു പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഇതിനകത്ത് GPS കൊണ്ടുള്ള മോഡലാണ് EG എന്ന് പറയുന്ന മോഡലിൽ GPS ഉണ്ട് TG എന്നുള്ള മോഡലിൽ GPS ഇല്ല അപ്പോൾ ഇതിൻ്റെ ഒരു മെനു ഇങ്ങനെയാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുക എക്സിറ്റ് എന്നുള്ളത് ഇവിടെ വീണ്ടും മെനു എടുക്കുക നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അത്യാവശ്യമുള്ള എല്ലാ സെറ്റിങ്സും ഇപ്പോൾ GPS സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ GPS ഓൺ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ GPS ഇൻഫർമേഷൻ എടുത്ത് ഇപ്പോൾ നമ്മൾ ഇൻഡോർ ആയതുകൊണ്ടാണ് ഇത് നോ GPS പൊസിഷൻ കാണിക്കുന്നത് നമ്മളൊരു ഔട്ട്ഡോർ ഒരു ഓപ്പൺ ഏരിയ പോയി കഴിഞ്ഞാൽ GPS ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ ചെക്ക് ചെയ്തതാണ് ഓൾറെഡി ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു 1 മിനിറ്റിനകത്ത് തന്നെ ഇത് ലോഡ് ചെയ്യുന്നുണ്ട്
ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഓൾറെഡി ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ചാനൽസ് നിങ്ങൾ കാണുന്നത്. അപ്പം ഇത് സോൺ സെറ്റിങ്സ് ഉണ്ട്. അതായത് നമുക്ക് ഏത് സോണിലേക്കാണ് നമ്മൾ നിൽക്കുന്ന ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ചാനൽസ് നമുക്ക് ഇന്ന സോണെന്ന് പറഞ്ഞാൽ നമുക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയയിൽ എത്തുമ്പോൾ നമുക്ക് ആ സോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനൽസ് മാത്രമേ നമുക്ക് ഈ റൊട്ടേറ്ററിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിലുള്ള 4 റിപ്പീറ്ററിൽ ഞാൻ ഇതിനകത്ത് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പം കണ്ടു കഴിഞ്ഞാൽ ഇപ്പം 1 2 3 4 അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി കീയിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതാണ് PTT ബട്ടണാണ് കീ ചെയ്യുന്നത്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു റെഡ് LED ഇവിടെ കത്തും. റിസീവ് ചെയ്യുമ്പോൾ ഇതേ LED തന്നെ ഗ്രീൻ കളറിൽ കത്തും. ഇപ്പം നമുക്ക് ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കൊന്നും കേൾക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് VU2 TW റിപ്പീറ്റർ ഞങ്ങൾ ഇവിടുന്ന് ആക്സസ് ചെയ്ത് നോക്കിയായിരുന്നു. അത് വളരെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതാണ്. പിന്നെന്താ ഇതിന് പറയാനുള്ളത് വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. സെറ്റിങ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സെറ്റാണ്. DMR ആയതുകൊണ്ട് തന്നെ നമുക്ക് VFO രണ്ട് രീതിയിലുള്ള ഡിജിറ്റൽ VFO എന്നുള്ളതുകൊണ്ട് അനലോഗ് VFO ഉണ്ട്. രണ്ടും നമുക്ക് സ്വിച്ച് ചെയ്ത് നമുക്ക് ഒരേ സമയം സ്കാൻ ചെയ്യാനും അനലോഗ് റേഡിയോസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതേസമയം ഡിജിറ്റൽ റേഡിയോസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് മൗണ്ട് ചെയ്യുന്നത്. ചാർജ് ചെയ്യാനായിട്ട് മൗണ്ട് ചെയ്യുന്നത് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൗണ്ടാണ്. ഇത് നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്താൽ ഒരു ചാർജിങ് LED ഉണ്ട്. റെഡിലായിരിക്കും. ഫുൾ ചാർജ് ആകുമ്പോൾ ഗ്രീനിലായിരിക്കും. ഓക്കെ. നമുക്ക് ബെൽറ്റ് ക്ലിപ്പ് കണക്ട് ചെയ്യാനുള്ള പോയിന്റ്സ് ആണ്. നമ്മളത് കൊടുത്തിട്ടില്ല. അതിന് നമുക്കിനി ഇവിടെ നിന്നെടുത്ത് കണക്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ തൽക്കാലം കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതാണ് ഈ ചാർജിങ് പോയിന്റുമായിട്ട് ഇത് കോൺടാക്റ്റിൽ വരുന്ന കോപ്പർ കണക്ടേഴ്സാണ് ഈ കാണുന്നത്. ഗോൾഡ് പ്ലേറ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇത് ഹാം റേഡിയോ ആയതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ലൈസൻസ് വേണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ VHF UHF ഉണ്ട്. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് ഇതിൻ്റെ അകത്ത് FM ഉണ്ടെന്നുള്ളതാണ്. ഈ ബോക്സിൽ എവിടെയും അതിന് FM കേബിലിറ്റി ഉള്ളതായിട്ട് പറയുന്നില്ല. പക്ഷെ നമുക്ക് സെറ്റിങ്സിൽ പോയാൽ നമുക്ക് FM എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. FM റേഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് FM കേൾക്കാവുന്നതാണ്. പിന്നെ FM ചാനൽസ് നമുക്ക് ലിസൺ ചെയ്യാനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ഹാൻഡിലും അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം.